ഒരെണ്ണം കൊടുത്തോ. ഹായ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് എന്താ മോളെ, ഞാനൊരു സെലിബ്രിറ്റിനെ മീറ്റ് ചെയ്യാൻ പോവാണ്. യെസ്, ഇവിടെ ഫസ്റ്റ് സെലിബ്രിറ്റി മീറ്റ് ആട്ടോ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മളിപ്പോ ഉള്ളത് കൊച്ചിയിലാണ് അല്ലേ? കൊച്ചിയിൽ എവിടെ, എന്തിനാ പോണത്? ഇന്നലെ രാത്രി നമ്മള് കൊച്ചിയിലെത്തി. ഇപ്പം DLF ലാണുള്ളത്. ഇവിടെ നമ്മൾ ഇപ്പൊ പോവും. അപ്പൊ വഴിയെ കാണാലോ. ബാക്കിയുള്ളത് നിങ്ങൾ കണ്ടോളി അല്ലേ? പോവല്ലേ? കയറി വണ്ടി കയറി. അവിടേക്ക് കല്യാണ വീഡിയോയിൽ മാത്രം നിനക്ക് തുറന്നു തരാന്ന് ഒരു വിചാരിച്ചാലോ? ആദാ മേരാ ഇനി ഇറങ്ങിക്ക, ഇനി ബാക്കിലേക്ക് ഞാൻ സയ്യ മുന്നേ കരുത. ഇനി മുന്നേ അയ്യ തുറന്നോട്ടോ. ഓക്കെ അല്ലേ? കയറിക്ക. വെച്ചൂടാർന്നോ മണ്ടു? പിന്നെ നിങ്ങളാരും മമ്മൂട്ടിയാ? നീ പോടാ. ഓക്കെ ഓക്കെ ഓക്കെ. എക്സൈറ്റഡ് ആണോ? ഈ സൂപ്പർ എക്സൈറ്റഡ്. യെസ്. ഓക്കെ. 3 Dots ഫിലിം സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുകയാണ്. റെഡി അല്ലേ? ഈ റെഡി അല്ലേ? ഞാൻ റെഡി ആയില്ലെങ്കിൽ ഇപ്പൊ എന്താണ്? അല്ല അപ്പഴത്തെ അതൊക്കെ വേണം. അവര് നിയാസ് ഇവിടെ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ തിരിച്ച് റൂമിലേക്ക് പോവാണ് കേട്ടാ. അതുണ്ട്. നമ്മുടെ മറിയത്തിന്റെ ടച്ചപ്പ് ആണ് കേട്ടോ നിയാസ്. അതെ ഫോണ് ആ മൈക്കൊക്കെ ഇട്ട അസിസ്റ്റന്റ്. നടന്നേ നോക്ക്. അല്ല ഇവൻ എന്തിനാ ഇന്ന ചെയ്യണേ? നമുക്ക് ഊരി ഇടിപ്പിച്ചാലോ? ശരിക്കും പോയല്ലേ? അപ്പൊ നമ്മളിത് എത്തിയിരിക്കും. എന്റെ പുതിയ ഷൂസ് കേട്ടോ. എങ്ങനെയുണ്ട് പറയൂ. ഹൗസ് ദാറ്റ്? ഹൗസ് ദിസ്? അല്ലേ? ഹൗസ് ദിസ്? അതെ, ഒന്നും നോക്കില്ല. പിന്നെ ഞാൻ പണ്ട് കോടീശ്വരനായതുകൊണ്ട് ഞാൻ അതൊന്നും നോക്കില്ല. നിങ്ങൾ കണ്ടില്ലേ കഴിഞ്ഞ വീഡിയോയിലൊക്കെ അല്ലേ? ഞാൻ സ്വർണ്ണ ബിസ്ക്കറ്റ് അല്ലേ കൊടുത്തത് അല്ലേ ആപ്പിക്കൊക്കെ? പൈസ കൊണ്ട് നോക്കില്ല. ആപ്പിക്ക് സ്വർണ്ണ ബിസ്ക്കറ്റ്, സ്വർണ്ണ കോയിന് അത് ഓരോ ഉരുക്കി. അങ്ങനെ നമ്മളിതാ വെയിറ്റ് ചെയ്യാട്ടോ. ഇവിടെ ഒരു വെയിറ്റ് ചെയ്യാനുള്ള ഏരിയ ഉണ്ട്. അപ്പൊ അതില് വെയിറ്റ് ചെയ്യാണ്. എവിടുന്ന ഷൂട്ട്? ഇവിടുന്ന് ഓൾറെഡി ഒരു ഷൂട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മളെ ഇപ്പൊ ഷൂട്ടല്ല, ഇപ്പൊ ലഞ്ച് ബ്രേക്ക്. നമ്മള് ലഞ്ച് ഓൾറെഡി കഴിച്ചതാ. എവിടെ? നിയാസോടെ പോയി ആ സ്ഥലം കാണിച്ചെടുക്കാം എവിടുന്ന ഷൂട്ട് വരിക എന്നുള്ളത്. നിയാസ് ഉള്ളില് സെറ്റൊക്കെ നോക്കാൻ വേണ്ടി പോയതാ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ നിയാസെ? നമുക്കൊരു വെള്ളം കുടിച്ചോ? നല്ല ജ്യൂസ്. അതെ, കുറച്ച് ടൈം വെയിറ്റിംഗ് ഉണ്ട്. പോലെ ഒട്ടും കുറയ്ക്കണ്ടല്ലേ? ഓക്കെ നടക്കാൻ. അല്ലല്ല ഞാൻ പറയട്ടെ, ചില ആൾക്കാർക്ക് ഫസ്റ്റ് ആണ് ഇത്. ഫസ്റ്റ് സെലിബ്രിറ്റി മീറ്റ് ഉള്ള ആൾ എന്ത് ചെയ്യണം? നിങ്ങള് ഹാപ്പി. അപ്പൊ ആരെ ചെലവായിരിക്കണം? അല്ല എനിക്ക് ചെലവൊന്നും കിട്ടിയില്ലല്ലോ വക. അല്ല ഇപ്പൊ മോളെ ഇക്കാക്ക എന്തെങ്കിലും ഊരി തരുമോ? ബെസ്റ്റ്. ഒന്ന് ഊരി താടി. നമുക്ക് പോവല്ലേ? ഗൈസ്, നമ്മളിപ്പോ പോകുന്ന സ്ഥലങ്ങളൊക്കെ എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിക് ഫീൽ വരുന്ന സ്ഥലങ്ങളായിരുന്നു. ഞാൻ അടക്കി ഭരിച്ച സ്ഥലം എനക്കറിയോ? അതെ 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 അതെ. എനിക്കൊരു പഴയ കാലം. ഇതും കൂടി കൂട്ടിയിട്ട് ഞാൻ 345,00,000. എനിക്കൊരു കഴിഞ്ഞ കാലമുണ്ട്. 52,000 വട്ടായി ഞാൻ അത് കേൾക്കുന്നതില് പാസ് ചെയ്യുമ്പോ. ഇതുകൊണ്ട് നമ്മൾ കൊച്ചിയിൽ ഈ റൂട്ട് ബാൻ ചെയ്തു. അതാണ് ഇനി മുതൽ ഞാൻ ഈ റൂട്ട് പിടിക്കേല്ല. റോഷൻ മാക്സിമം ഈ റൂട്ടിൽ കൊണ്ടുവരാണ്ടിരിക്കാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. ഞാനത് ശ്രദ്ധിക്കലുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഈ റൂട്ടിൽ കൊണ്ടുവന്നിട്ടില്ല. കഴിഞ്ഞ മുതൽ കേൾക്കാൻ തുടങ്ങിയതാ. എടാ ഇത്ര കാലം ഞാൻ നിന്ന സ്ഥലാ. അപ്പൊ എനിക്ക് അതിന്റേതായിട്ടുള്ള ഒരു ഫീൽ ഉണ്ടാവില്ലേ? ഓരോ ചേട്ടന്മാരും നോക്ക്. മറ്റേ ഇത് എന്താ പറയാ? ഏത്? സൂര്യനാരായണ പറഞ്ഞു. അതെ ഗൈസ്, എനിക്കൊരു കഴിഞ്ഞ കാലം ഉണ്ടായിരുന്നു. പിന്നെ റോഷന്റെ അടുത്ത് എത്തിയപ്പോ എല്ലാം തീർന്നു. അതെ അതെ. എവിടുന്നാ നമുക്ക് നല്ല തണുത്ത ഷോടിയും തണുത്ത ഷൂഷും കുടിക്കുക. നിങ്ങളൊക്കെ സോഡാന്നാ പറയാ, ഞങ്ങളൊക്കെ ഷോഡാന്നാ പറയാ. ഞങ്ങൾക്ക് അത് പറയാനേ അറിയുള്ളൂ. ഈ സ്പെക്സ് എനിക്ക് ചേരുന്നുണ്ടോന്ന് നോക്കിട്ട് പറയോ? ഇതെനിക്ക് ഹർഷ ഗിഫ്റ്റ് ചെയ്ത്, എനിക്കല്ല റോഷൻ ഹർഷ ഗിഫ്റ്റ് ചെയ്ത. റോഷന്റെ അടുത്തുനിന്ന് ഞാൻ ചാമ്പ്യൻ. പുതിയ കാര്യമല്ലല്ലോ. അങ്ങനല്ലല്ലോ. ഞാൻ പറയട്ടെ, അല്ല കല്യാണം അതൊരു പുതിയ കാര്യമല്ലല്ലോ.
കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് ഇവന്റെ സാധനങ്ങളൊക്കെ എന്റേതും എന്റെ സാധനങ്ങൾ ഇവന്റെതല്ല. അല്ല, എന്റെ സാധനങ്ങളൊന്നും ഞാൻ തരില്ല. ഇവന്റെതെല്ലാം എന്ത് മനസ്സിലാക്കാ? ഞമ്മളൊക്കെ അതാണ്. പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്, ഭർത്താവിന്റെ പൈസ ഭാര്യക്കും കൂടി അവകാശപ്പെട്ടത്, പക്ഷെ ഭാര്യന്റെ പൈസ ഭർത്താവിന് അവകാശപ്പെട്ടതല്ലാതെ. എനിക്ക് സന്തോഷാടാ. ഇതാണല്ലേ നീ പറഞ്ഞിരുന്നത് കല്യാണത്തിന്റെ മുന്നേ പിന്നെ എന്നുള്ളത്. ഇപ്പൊ എനിക്ക് മനസ്സിലാവാൻ തുടങ്ങി. എന്ത്? കല്യാണത്തിന്റെ മുന്നേ ഇങ്ങനെ, കല്യാണത്തിന്റെ ശേഷം അങ്ങനെന്ന്. മറിയം എന്തോ പറഞ്ഞു. എന്താണ്? ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. മറിയം പറഞ്ഞു ഇവിടെ ഒരു കിടില്. ഞാൻ പറഞ്ഞു എനിക്ക് ഷിക്ക് വയ്ക്കണം എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഹലോ, എനിക്കെന്താ വേണ്ടേ? എനിക്കെന്താ വേണ്ട? കുഴപ്പമില്ല. അപ്പൊ മറിയം പറഞ്ഞെടുത്ത് പോവാ. അതാവുമ്പോ കുഴപ്പമില്ല, നല്ലതായിരിക്കും. ചോയ്സ് ഒക്കെ നല്ലതായിരിക്കും. ഇല്ല, എനിക്കിപ്പോ എന്റെ ചോയ്സിൽ ആകെ അടിപൊളിയായ ചോയ്സ് ഏതാ അറിയോ? ഞാൻ എന്റെ പാളിപ്പോയ ഒരു ചോയ്സേ ഉള്ളൂ, അത് നീയാ. തുടങ്ങിയപ്പോ തന്നെ ഇങ്ങനെ പറയണേ. ഇങ്ങനെ പറയണം. ഓക്കെ, ഇങ്ങനെ തന്നെ ആണല്ലോ അല്ലേ? എനിക്ക് ഇത് വേണം, ഷിക്കു. നീ ഒരു ഷോട അല്ല, ഷിക്കു വേണം എനിക്ക്. ഈ ഉപ്പ് സോഡ ഇഷ്ടമുള്ളത് ആർക്കൊക്കെയാ? എനിക്ക് തീരെ ഇഷ്ടമല്ല. എനിക്ക് തീരെ ഇഷ്ടമല്ല. ഇവരതേ ഇഷ്ടമുള്ളൂ. അല്ല, നിന്റെ പ്ലേസ് പറയും, നിന്റെ സ്പോട്ട് പറയില്ലേ? അതിവിടെ അല്ല, അതേത് ഭൂതത്താങ്കുഴിയിലായാലും നമ്മള് പോകും. നമ്മുടെ നിക്കാഹ് കഴിഞ്ഞ ആദ്യത്തെ ഇതില് നമ്മള് ഇനാഗ്രേറ്റ് ചെയ്ത ഷോപ്പാണ് ഇനോഷൻസ്. ഷൂഷ് കുടിക്ക. നീ ഷൂഷ് കുടിച്ചതാ? ഞാനും കുടിച്ച്. ഞാൻ കുടിക്കുന്നതിൽ മാത്രം പെട്ടെന്ന് മനസ്സിലാവും. വേഗം കുച്ച് കഴിഞ്ഞോ? എന്നാ വാ, പോവാ. വിളി വന്ന് പെപ്പരെ കാണണ്ടേ? വാ. എന്താ മോള്? ഇവന്റെ കണ്ണിനിട്ട് ഇടിച്ചോ? ഒരെണ്ണം കൊടുത്തോ? ശരിക്കും ഇടി തന്നല്ലേ? ഭാര്യയായിപ്പോയി. അല്ല, ഭാര്യ ആയതിനെ കൊണ്ട് കുഴപ്പമില്ല. അതെ ചേട്ടാ, അപ്പൊ താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച്. നല്ല സുഖം ഉണ്ടായിരുന്നു. നല്ല ഒറിജിനൽ. അതെ. അല്ല, ഇവിടെ പകരം വീട്ടിയത്. അത് നന്നായിട്ട് പകരം വീട്ടി. അതെ, മനഃപൂർവ്വമായി പോയതാ. ദേഷ്യം നീ പറഞ്ഞാ പോരെ മോളെ. ഓക്കെ, താങ്ക് യു. ഇപ്പൊ ഈ കണ്ണട വെച്ചത് ഇവിടുത്തെ പാടറിയണ്ടല്ലോ എന്ന് വിചാരിച്ച് വെച്ചതാണ്. നിനക്കുള്ള വീട്ടിൽ വെച്ചിട്ട് തരട്ടാ. കേറി പോവല്ലേ? എനിക്കിവിടെ പോയി ഐസ് വെക്കണം. അതിന് മാത്രം ഇത് കിട്ടിയിട്ടില്ല. അതെ കുത്ത് ഞാൻ അങ്ങോട്ട് തെറ്റേ. ഇവളെ കുത്തുമ്പോ ഞാൻ എന്താ ചെയ്ത്? ഇങ്ങനെ മോളെ തട്ടിയോ തട്ടിയില്ല എന്നാ ചെയ്ത്. ഞാൻ ആദ്യം ഒന്നും കുത്തിയിട്ട് പോലില്ല. മൂപ്പര് പറഞ്ഞ് ഇടുക്കി പറഞ്ഞപ്പോ ആരിതിൽ ഇടിച്ചു പോയി. ആവേശം അല്ലേ? കേറി പോവാ. കുണിച്ചേട്ടൻ നമ്മളെ സൽക്കാരത്തിന് നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് സൽക്കാരം ഇത്രയും തോന ആരും തന്നിട്ടില്ല. ഉണ്ണിച്ചേട്ടൻ വെച്ചേക്കണ കണ്ടില്ലേ? ഏത് ബീഫ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, മട്ടൻ ഉണ്ട്. എന്റെ ഉണ്ണിച്ചേട്ടൻ ഞങ്ങള് മുത്ത്. വിളിച്ചിട്ട് മാന്യമായിട്ട് ഇങ്ങളെ ഞാൻ വിളിച്ചിട്ടാണ് ഞാൻ വലിഞ്ഞു കയറി വന്നത്. മനസ്സിലായോ? അതിലൊരു മാന്യത ഉണ്ട്. വിളിക്കാതെ വന്നെന്ന് പറയരുത്. ഞാൻ നിങ്ങളെ വിളിച്ചിട്ട് വന്നതാ. എനിക്ക് തോന്നുന്നു നിന്നെ വിളിച്ചില്ല, എന്നെ വിളിച്ചില്ലേ? ഇതിപ്പോ ഒരു കാര്യം പറഞ്ഞിട്ടെ, അതായത് നിങ്ങളിപ്പോ ചോദിച്ചത് ശരിയാണോ? എന്ത്? അതായത് നിങ്ങൾ വിളിച്ചിട്ട് വന്നാണ് വലിഞ്ഞു കയറി വന്നത്. അതെങ്ങനെ വലിഞ്ഞു കയറി വരിക? ഞാൻ ഇയാളെ മാന്യമായി വിളിച്ചിട്ട് ഞാൻ വലിഞ്ഞു കയറി വന്നതാണ്. അപ്പൊ വിളിച്ചോ? ഒരാൾ വിളിച്ചോ? വിളിച്ച് അതന്നെ നമുക്കതല്ലേ പറ്റുള്ളൂ. സൽക്കരിക്കാൻ പറ്റുമല്ലേ? പറ്റൂല. ഇതൊക്കെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കാൻ പറ്റുവാ? അത് പറഞ്ഞ നമ്മൾ ഉണ്ണിച്ചേട്ടന്റെ പേസാണ്. കല്യാണമൊക്കെ കഴിച്ചിട്ട് ഇതൊന്നും കഴിക്കാതിരിക്കാൻ പറ്റുവാ? ഇതൊക്കെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കാൻ പറ്റുവാ? എന്തെങ്കിലും കിട്ടുവാ? ഇനിയെങ്കിലും കിട്ടുവാ? തിന്നാനായാ? കിള്ളിട്ട്. ആയാ
ഇത് നമ്മുടെ ഉണ്ണിച്ചേട്ടന്റെ പാൽക്കപ്പ. നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ അവിടെ. ഞാൻ വെറുതെ പറയല്ലോ കേട്ടോ, ഇങ്ങനെ ഫുഡ് സെലക്ഷന് ഉള്ള ഹോട്ടൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, വെറുതെ ആൾക്കാർ കുറെ ഫോളോ ചെയ്യുന്നത്. സെലക്ഷനുള്ള ഹോട്ടൽസ് ഒക്കെ എന്ന് പറഞ്ഞാൽ പക്കാ സംഭവങ്ങളാണ്. കാരണം ഇതിലിപ്പോ ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ട് ഞാൻ വാരി വലിച്ച് ഓരോന്നിനും എടുത്തോണ്ടിരിക്കാം, എന്നാലും നല്ല ടേസ്റ്റാണ്. സത്യം മാത്രമേ പറയുള്ളൂ. ഇത് കള്ളത്തിനല്ല കേട്ടോ, ഇടയ്ക്ക് ഞാൻ കാണിക്കുന്ന ഇങ്ങനെ ആക്കണതാ. കാരണം എന്താ പറയുക, ഞങ്ങളെ എന്റെ പൊന്നിന്റെ പൊന്നാരയാണിത്. ഇങ്ങനെ ഇപ്പോഴും കഴിച്ചു കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ എന്തായാലും ഇന്നത്തെ ഫുൾ പാക്ഡ് സംഭവങ്ങളായിരുന്നു. കൊച്ചിയിൽ എന്റെ മുത്തില്ലാതെ പോവാൻ പറ്റുവാ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇങ്ങേര് വിളിച്ചിട്ട് വന്നതാണ്. ഇവിടെ ടേസ്റ്റ് ഉള്ളതിനെ കൊണ്ട് ഞാൻ അതിന്റെ പേര് പറഞ്ഞുതരാം. നൊസ്റ്റൂജാൻ കേട്ടോ. അതെ, നമ്മളെ എടപ്പള്ളി, കാക്കനാട്. യെസ്, കാക്കനാട്. സോറി, എനിക്ക് അങ്ങോട്ട് കേട്ടാൻ പറ്റും. ഞാൻ ഇങ്ങാടൊക്കെ എനിക്ക് പറ്റുമല്ല, ഞാൻ കോഴിക്കോടാണല്ല. ഓക്കെ, അപ്പൊ എന്തായാലും അല്ലേ നമ്മള് ഇന്ന് നമ്മള് ഫുള്ള് ഇവിടെ ഫസ്റ്റ് സെലിബ്രിറ്റി മീറ്റ് ആയിരുന്നു ചേട്ടാ. നീ വെറുതെ കള്ളം പറയില്ല കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കാൻ പറ്റുമോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക, ആ ബെല്ലൈക്കൺ അടിച്ചേക്ക, കമന്റ് നിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്താം. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. ബൈ.